ഇതുവരെ നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ഇതിപ്പോൾ അല്പ സാങ്കേതികമാണല്ലോ നിയമ കാര്യങ്ങളും ഒക്കെ. എനിക്ക് തോന്നുന്നു വളരെ പ്രശസ്തമായ ഒരു വാചകം കൊണ്ട് ഇതിനെ ലളിതമായി ഉദാഹരിക്കാമെന്ന് തോന്നുന്നു. അതായത് ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാൻ തൊഴിലാളിയായിരുന്നില്ല. പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനായിരുന്നില്ല. ഒടുവിൽ അവർ എന്നെയും തേടി വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ മാറുന്നത്. എസ്കേൻ സംഘപരിവാറിന്റെ ന്യൂനപക്ഷ സ്നേഹം അതെല്ലാ കാലവും പൊള്ളയാണ്. അത് മറ്റൊരു അജണ്ട വെച്ചുള്ളതാണ്. അത് അവരുടെ സൈദ്ധാന്തിക പുസ്തകങ്ങൾ മുതൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഗുജറാത്ത് കലാപമായിക്കോട്ടെ, ബാബരി ആയിക്കോട്ടെ, ഈ പൗരത്വ നിയമ ഭേദഗതി ആയിക്കോട്ടെ, വഖഫ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിലും നമുക്കത് കാണാം. അതിന്റെ തുടർച്ചയിലാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇടയ്ക്ക് ഈ ക്രിസ്തീയ സമൂഹത്തെ ഒപ്പം നിർത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ അവിടെ നടത്തിയിരുന്നു. ക്രിസ്മസ് കാലത്ത് കേക്കുമായി അരമനകളിൽ പോകുന്നു, അതേസമയം തന്നെ അവരെ ആക്രമിക്കുന്ന നില ഉണ്ടാകുന്നു, വൈദികരെ അടക്കം ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, സ്റ്റാൻ സ്വാമിയെ ജയിലിൽ കൊല്ലപ്പെടാനിടയായ സാഹചര്യം എന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് സ്കേൻ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം, ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ ക്രൈസ്തവ സഭകൾ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കാരണം എല്ലാം ഇവിടെ വളരെ സമഗ്രമായി എനിക്ക് തോന്നുന്ന കാര്യം, നമുക്കറിയാത്ത കുറേ രാജ്യാന്തര പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നുണ്ടാകും. ഇപ്പോൾ കാശ്മീരിലേക്കുള്ള തീവ്രവാദി ഫണ്ടിങ്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ്. കാര്യം അതിന് തടയിടാൻ ഇതാണോ വഴി എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇത് ഒരുപാട് ആളുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നല്ല രീതിയിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ എടുത്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ സംഘടനകൾ NGOs ഇന്ത്യയിൽ ഉണ്ടാകും. ആ NGOസിനെയൊക്കെ തന്നെ അപകടത്തിലാക്കുമോ എന്നുള്ള കാര്യം. എന്നാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ചർച്ച വരുമെന്ന് കൂടുതൽ പഠിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.